മാത്സിന് ബേസിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഫ്രാക്ഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ ഭിന്ന സംഖ്യകൾ. ഭിന്നസംഖ്യകളുടെ അല്ലെങ്കിൽ ഫ്രാക്ഷന്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത് നാലുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നോടിയായി ഫ്രാക്ഷനെ കുറിച്ച്, എൽസിഎമ്മിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഈ അഡീഷനിലേക്കും സബ്ട്രാക്ഷനിലേക്കും മൾട്ടിപ്ലിക്കേഷനിലേക്കും ഡിവിഷനിലേക്കും നമുക്ക് പോകാം. ഇത് ഒരു ഫുൾ കേക്ക് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ കേക്ക് മേടിക്കുന്നു, കേക്ക് മേടിച്ച് എത്ര പേരാണോ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഈക്വലായി കട്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ഈ കേക്കിനെ ഞാൻ 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നു. ഇവിടെ ഞാൻ 2 പാർട്ടാണ് ആക്കിയത്, സെക്കൻഡ് പാർട്ട്. ഇവിടെ 2 പാർട്ട് ആക്കിയത് കൊണ്ട് ഈ 2 പാർട്ട് എന്നുള്ള 2 അല്ലെങ്കിൽ 2 താഴെ എഴുതിയിട്ട് അതിൽ ഈ ഒരു പാർട്ടിനെയാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ, ഈ ഒരു പാർട്ടിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് 2 എണ്ണത്തിൽ ഒരെണ്ണമായതുകൊണ്ട് അതിന്റെ മുകളിൽ 1 എന്ന് എഴുതും. അടുത്തത് ഇതേപോലെയുള്ള സെയിം സൈസിലുള്ള വേറെ ഒരു കേക്കിനെ ഞാൻ ഫസ്റ്റ് 2 പീസാക്കുന്നു. അതിനെ വീണ്ടും ഞാൻ ഇങ്ങനെ മുറിക്കുന്നു. അപ്പൊ ഇവിടെ 1, 2, 3, 4 പീസസ് ആയി, 4 പീസായി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പീസിനെ, ഈ ഒരു പാർട്ടിനെ കുറിച്ച് മാത്രം പറയണമെങ്കിൽ 4 ആയിട്ട് കട്ട് ചെയ്തതിൽ ഒരു പാർട്ട് മാത്രമാണിത്. ടോട്ടൽ ഞാൻ 1, 2, 3, 4 പീസാക്കി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാർട്ടിനെ നമുക്ക് പറയാം 1/4. ഇതേ സൈസിലുള്ള വേറെ ഒരു കേക്ക്, അതിനെ ഞാൻ 4 പാർട്ടാക്കുന്നു. ആ 4 പാർട്ടിൽ 3 പാർട്സ്, അതിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം എന്ന് നോക്കാം. 3 പാർട്സ്, 1, 2, 3. അപ്പൊ ഇവിടെ കട്ട് ചെയ്തത് 4 ആയിട്ടാണ്, 4 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് 4 ആണ്. അതിൽ 1, 2, 3 പീസസ് ആർ കൺസിഡേർഡ്. ഇവിടെ 2 പാർട്സിൽ 1, 4 പാർട്സിൽ 1, 4 പാർട്സിൽ 3. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഓരോന്നിനെയും നമുക്ക് 1/2 നമ്മള് ഹാഫ് എന്നാണ് വിളിക്കാറ്. ഹാഫ്. ഇതിനെ മലയാളത്തിൽ അര എന്ന് നമ്മൾ പറയും. അര. 1/4 നമ്മൾ വിളിക്കുന്നത് ക്വാർട്ടർ എന്നാണ്. ഇതിനെ മലയാളത്തിൽ കാൽ എന്നാണ് നമ്മൾ സൂചിപ്പിക്കാറ്. 3/4 നമ്മൾ 3/4 എന്ന് എഴുതും. ഇതിനെ മലയാളത്തിൽ എഴുതാറ് മുക്കാൽ എന്നാണ്. അപ്പൊ ഞാൻ ഈ മലയാളം കൂടി ചേർത്ത് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തില് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അവരെ വളരെയേറെ അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ ഈ 1/4 പാർട്ട്, 1/4, ഇവിടെ ഈ 1/4, ആ 1/4ന്റെ കൂടെ വേറെ ഒരു 1/4 കൂടി ആഡ് ചെയ്താൽ ഇത് 1/4 ആണ്. അതിന്റെ കൂടെ ഈ ഒരു പാർട്ട് കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ 2 1/4കൾ ചേർന്ന് ഒരു ഹാഫ് ആയി മാറും. ഇവിടെ നമുക്ക് 1/2 എന്ന് എഴുതാം. അതായത് 1/4 പ്ലസ് 1/4 ഇസ് ഈക്വൽ ടു 1/2 എന്ന് എഴുതാം. ഇനി ഒരു 1/4ന്റെ കൂടെ ഒരു 1/2 ആണ് ആഡ് ചെയ്യുന്നത് എന്നിരിക്കട്ടെ. അതായത് ഈ ഒരു പാർട്ടിന്റെ കൂടെ ഈ ഒരു ഫുള്ള് പാർട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, ഈ 1/4ന്റെ കൂടെ 1/2 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പാർട്ടായിരിക്കും കിട്ടുന്നത്. അതായത് 1/4ഉം 1/2ഉം, അതായത് ഹാഫും ക്വാർട്ടർ കൂടെ ആഡ് ചെയ്താൽ 3/4 നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് എഴുതാം 3/4. നെക്സ്റ്റ് 1/4ന്റെ കൂടെ 3/4 ആണ് ആഡ് ചെയ്യുന്നത്. 3/4, ഇത് 3/4 ആണ്. 4 പാർട്സിൽ 3. ഇവിടെയുള്ള ഈ ഒരു 1/4 പോർഷൻ, ഈ ഒരു പോർഷൻ എടുത്താൽ ഈ ഒരു പോർഷനും 3/4 കൂടെ ചേരുന്നു. ഈ പോർഷനെ നമ്മൾ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ അതൊരു ഫുള്ള് പാർട്ടായി അല്ലെങ്കിൽ ഒരു ഫുള്ള് പീസായി മാറും. ആ ഫുള്ളിനെ നമ്മൾ സൂചിപ്പിക്കാൻ എപ്പോഴും 1 ആയിട്ടാണ് എഴുതാറ്. ഫുള്ള് മീൻസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1/4ഉം 1/4ഉം കാലും കൂടി ചേർന്നാൽ ഹാഫിനെ നമ്മൾ അര എന്നും പറയും. അപ്പോ നമുക്കതിനെ ഇങ്ങനെ പറയാം, കാലും അര. കാലും ചേർന്നാൽ അര. അതേപോലെ 1/4 പ്ലസ് 1/2, കാലും അരയും കൂടെ ചേർന്നാൽ മുക്കാൽ. മുക്കാല് 1. അപ്പോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ച് ഓർത്തിരിക്കാൻ എളുപ്പമാണിത്. കാലും അര, അരയും മുക്കാലും 1. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബാക്കി കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1/2ന്റെ കൂടെ ഒരു 1/2 കൂടി ആഡ് ചെയ്യുന്നു. അതായത് ഇതൊരു 1/2 പോർഷൻ ആണ്. അതിന്റെ കൂടെ അടുത്ത 1/2 പോർഷനും കൂടെ ആഡ് ചെയ്താൽ ഒരു ഫുൾ ആകും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 1.
ഇതിനെ നമുക്ക് വായിക്കാം അരയും അരയും 1. അടുത്തത് 1/2ന്റെ കൂടെ 3/4 ആഡ് ചെയ്യുന്നു. അതായത് ഈ ഒരു പോർഷന്റെ കൂടെ ഹാഫിന്റെ കൂടെ ഹാഫിനേക്കാൾ കൂടുതലായ 3/4 പോർഷൻ ആഡ് ചെയ്താൽ ഹാഫും ഹാഫൂടെ ചേർന്ന് ഒരു 1 ആകും. ബാക്കി വരുന്ന ഈ ഒരു ചെറിയ പോർഷൻ ഉണ്ട് 1/4. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ വായിക്കാം അരയും മുക്കാല് 1/4. അടുത്തത് 3/4 പ്ലസ് 3/4 is equal to 3/4 3/4. അതായത് ഈ ഒരു പോർഷനും അതേപോലെ തന്നെയുള്ള വേറൊരു പോർഷനും. ഇത് ഒരു പോർഷനാണ്. ഇതിനെയും കൂടെ അതിന്റെ കൂടെ ഇത്രയും ഷെയ്ഡ് ചെയ്ത ഇത്രയും പോർഷനും കൂടെ ഈ ഒരു പോർഷനും കൂടെ ആഡ് ചെയ്താൽ ഇതൊരു ഹാഫ് ആണ്, ഇതൊരു ഹാഫ് ആണ്. അപ്പൊ അവിടെ ഒരു 1 ആയി. പിന്നെ ഈ 1/4 ഈ 1/4 ആണ്. 1/4 1/4 കൂടെ ചേർന്നാൽ 1/2. അപ്പൊ ഇതിനെ നമുക്ക് വായിക്കാം മുക്കാലും മുക്കാലും 1.5. അപ്പൊ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് കാണാതെ എളുപ്പം പഠിച്ചിരിക്കാം. മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഇത്തരത്തിൽ സ്പീഡിൽ കാണാതെ പഠിച്ചിരിക്കാനും ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടാണ്. സിമ്പിളായി ഓർത്തിരിക്കാനും ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനും പറ്റുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ ആദ്യം ഒന്ന് സൂചിപ്പിച്ചത്. ഇനി നമുക്ക് ഫ്രാക്ഷന്റെ അടുത്ത പോർഷനിലേക്ക് പോകാം. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഫ്രാക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു ഫ്രാക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. നേരത്തെ എഴുതിയ ഫ്രാക്ഷൻ തന്നെ എടുക്കാം. 1/2, 3/4. ഈ 3 ഫ്രാക്ഷനിലും താഴെയുള്ള നമ്പറിനെ നമ്മൾ മലയാളത്തിൽ ഛേദം എന്നും മുകളിലുള്ള നമ്പറിനെ അംശം എന്നും സൂചിപ്പിക്കാറുണ്ട്. അതായത് താഴെയുള്ള നമ്പർ അതിനെ നമ്മൾ 4നെ ഛേദം എന്ന് വിളിക്കും, 3 എന്ന് പറയുന്നത് അംശം. ഇംഗ്ലീഷിൽ ഇതിനെ നമ്മൾ ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ. താഴെയുള്ള നമ്പർ ഡിനോമിനേറ്റർ, മുകളിലുള്ള നമ്പർ ന്യൂമറേറ്റർ എന്ന് എഴുതാറ്. ഈ 3 ഫ്രാക്ഷനിലും താഴെയുള്ള നമ്പർ അതായത് ഡിനോമിനേറ്റർ ന്യൂമറേറ്ററുമായി കമ്പയർ ചെയ്താൽ ഡിനോമിനേറ്റർ ആണ് വലിയ നമ്പർ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കമ്പയർ ചെയ്താൽ താഴെയുള്ള 2 തന്നെയാണ് 1മായി കമ്പയർ ചെയ്യുമ്പോൾ വലിയ നമ്പർ. 3 and 4, 3 and 4ലും വലിയ നമ്പർ എന്ന് പറയുന്നത് 4 തന്നെയാണ്, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ തന്നെയാണ്. ഡിനോമിനേറ്റർ വലുതായി വരിക ന്യൂമറേറ്ററിനേക്കാൾ എപ്പോഴും ഡിനോമിനേറ്റർ വലിയ നമ്പർ ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കും. 4/3, 7/3, 8/5 ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസ് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ന്യൂമറേറ്റർ ആണ് ഡിനോമിനേറ്ററിനേക്കാൾ വലുത്. അതായത് ന്യൂമറേറ്റർ 4 ആണ്, ഡിനോമിനേറ്റർ 3. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ന്യൂമറേറ്റർ തന്നെയാണ് ഡിനോമിനേറ്ററിനേക്കാൾ വലുത്. അതായത് ന്യൂമറേറ്റർ ആണ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. ഈ കേസിലും ന്യൂമറേറ്റർ തന്നെയാണ് ഡിനോമിനേറ്ററിനേക്കാൾ വലുത്. ഇവിടെയും ഡിനോമിനേറ്ററിനേക്കാൾ വലുത് ന്യൂമറേറ്റർ തന്നെയാണ്. അത്തരത്തിൽ വരുന്ന ഫ്രാക്ഷൻസിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ 2 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ആയി. മൂന്നാമത് ഒരു ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ ഉണ്ട്. 3 1/4, 5 3/4. ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസ്, അതായത് ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും കൂടെ ചേർന്ന് വരിക. ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും കൂടെ ചേർന്ന് വരിക. ഇവിടെ ഒരു നമ്പർ ആൻഡ് എ ഫ്രാക്ഷൻ. ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസിനെ വിളിക്കുന്ന പേര് മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ്. മിക്സഡ് ഫ്രാക്ഷൻ. അപ്പോ 3 ടൈപ്പ് ഫ്രാക്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരു കൺവേർഷൻ പഠിക്കാം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുന്ന മെത്തേഡ്. 21 ഡിവൈഡഡ് ബൈ 4. 21നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 21 ഡിവൈഡഡ് ബൈ 4. 21നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം 5 times 4 is 20. റിമൈൻഡർ is 1. ഈ 5നെ ക്വഷ്യന്റിനെ ആദ്യം നമ്പറായി എഴുതുന്നു. അതിനുശേഷം റിമൈൻഡറിനെ ന്യൂമറേറ്ററായി എഴുതുന്നു. ഡിവിസറിനെ ഡിനോമിനേറ്ററായും എഴുതുന്നു. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. 31 ഡിവൈഡഡ് ബൈ 5. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ബിക്കോസ് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ്. അങ്ങനെയാണെങ്കിൽ 31 ഡിവൈഡഡ് ബൈ 5. 6 times 5 is 30. റിമൈൻഡർ is 1. അങ്ങനെയാണെങ്കിൽ ക്വഷ്യന്റിനെ നമുക്ക് ആദ്യം എഴുതാം. 6 ഹരണഫലം ആദ്യം എഴുതി. ഡിവൈഡ് ചെയ്ത നമ്പർ 5നെ ഡിനോമിനേറ്ററായും റിമൈൻഡർ 1നെ ന്യൂമറേറ്ററുമായി എഴുതി. അങ്ങനെയാണെങ്കിൽ 31 ഡിവൈഡഡ് ബൈ 5ന് ഈക്വലായ മിക്സഡ് ഫ്രാക്ഷൻ ആണ് 6 1/5. ഇനി നമുക്കിവിടെ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എങ്ങനെ മാറ്റാം? മിക്സഡ് ഫ്രാക്ഷൻ ആയി തന്നാൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എങ്ങനെ എഴുതാം? അപ്പോ ഇവിടെ തന്നെ നമുക്ക് തിരിച്ച് ചിന്തിക്കാവുന്നതാണ്. 31 കിട്ടണമെങ്കിൽ 6 into 5 അതിന്റെ കൂടെ ന്യൂമറേറ്റർ ആയ 1 കൂടി ആഡ് ചെയ്താൽ നമുക്ക്
ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 കിട്ടും. പ്ലസ് 1 ഈസ് ഈക്വൽ ടു 31. ആൻഡ് ഡിനോമിനേറ്ററിന് ഇവിടെ ചേഞ്ച് ഇല്ല. മിക്സഡ് ഫ്രാക്ഷനിലും ഇംപ്രോപ്പർ ഫ്രാക്ഷനിലും ഡിനോമിനേറ്റർ 5 തന്നെയാണ്, നോ ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 എന്ന് എഴുതിയാൽ മതിയാകും. മിക്സഡ് ഫ്രാക്ഷൻ ആണ് ഇംപ്രോപ്പർ ആക്കി മാറ്റേണ്ടതെങ്കിൽ നമ്പറും ഡിനോമിനേറ്ററും ഇവിടെ എഴുതിയിരിക്കുന്ന ഈ നമ്പറും ഡിനോമിനേറ്ററുമായി മൾട്ടിപ്ലൈ ചെയ്യുക. 6 into 5 30 പ്ലസ് ന്യൂമറേറ്റർ 1, ഡിനോമിനേറ്റർ അത് തന്നെ, ഒരു ചേഞ്ചും ഇല്ലാതെ എഴുതുക. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. 3 2/3 ഇതിനെ നമുക്ക് ഇംപ്രോപ്പർ ആക്കി മാറ്റാം. 3 into 3 3 into 3 പ്ലസ് ന്യൂമറേറ്റർ 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന് ചേഞ്ച് ഇല്ല, 3 തന്നെ. 3 into 3 9 plus 2 divided by 3, 9 plus 2 11 divided by 3, which is the improper fraction equal to the mixed fraction 3 2/3. ഫ്രാക്ഷന്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അത് പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ മലയാളത്തിൽ ലഘുതമ സാധാരണ ഗുണിതം. 2 and 4 ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഈ രണ്ട് നമ്പറിന്റെ LCM നമുക്ക് കണ്ടുപിടിക്കണമെന്നിരിക്കട്ടെ. ഇവിടെ നമ്മൾ ഈ തരത്തിൽ എഴുതുന്നു. ഈ രണ്ട് നമ്പറിനും കോമൺ ആയ നമ്പറാണ് 2. അതായത് 2 into 1 ആണ് 2, 2 into 2 ആണ് 4. രണ്ട് നമ്പറിനും കോമൺ ആയ നമ്പർ കൊണ്ട് ഇതിനെ രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യുന്നു. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. ഇവിടെ ഇനി ഔട്ട്സൈഡിലുള്ള ഇത്രയും നമ്പർ, അതായത് 2 1 2 ഇത്രയും നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന 2 into 1 2 into 2 4. ഈ 4 ആണ് 2ന്റെയും 4ന്റെയും LCM. മറ്റൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. 8 12 ഇവിടെ രണ്ട് നമ്പറിനും കൂടി കോമൺ ആയിട്ടുള്ള നമ്പറാണ് 2. വേണമെങ്കിൽ ഇവിടെ രണ്ട് നമ്പറിനും കോമൺ ആയ നമ്പർ 4 ആയി എടുത്ത് വേണമെങ്കിലും ചെയ്യാം. 8 12 ഇതിനെ 4 കൊണ്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. പെട്ടെന്ന് അഥവാ 4 ഓർമ്മയിൽ എത്തിയില്ലെങ്കിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും തെറ്റില്ല. ഇവിടെ 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 4 2s are 8, 6 2s are 12. എഗെയിൻ ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 2s are 4 ആൻഡ് 3 2s are 6. ഫൈനലി 2ഉം 3ഉം ആണ് നമുക്ക് കിട്ടിയത്. ആ 2ലും 3ലും കോമൺ ആയി ഒരു നമ്പറും എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡിലുള്ള ഇത്രയും നമ്പറിനെ 2 into 2 into 2 into 3 2 into 2 into 2 into 3 ഇത്രയും നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 into 2 4 into 2 8 into 3 24. ഇതിനെ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ഒരു സ്റ്റെപ്പ് കുറഞ്ഞിരിക്കും. 4 2s are 8 and 3 4s are 12. ഇവിടെ ഔട്ട്സൈഡിലുള്ള ഈ നമ്പറുകളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 2 into 3 4 into 2 8 into 3 24, which is the LCM. മറ്റൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. 8 12 and 20. 3 numbers are there. 3 നമ്പറിന്റെ LCM ഒരേ സമയം കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നാൽ നേരത്തെ എഴുതിയതുപോലെ തന്നെ എഴുതുന്നു. 3 നമ്പറിലും കോമൺ ആയിട്ട് 2 നമുക്ക് കൺസിഡർ ചെയ്യാം. അതേസമയം 4ന്റെയും മൾട്ടിപ്പിൾസ് ആണിത്. അപ്പൊ ഇവിടെ 4 കൊണ്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. 4 2s are 8, 4 3s are 12, 5 4s are 20. അതിനുശേഷം ഇവിടെ 2 3 5 3 നമ്പറിനും കോമൺ ആയിട്ട് ഒരു നമ്പർ ഇല്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും രണ്ട് നമ്പറിന് കോമൺ ആയിട്ട് ഒരു നമ്പർ ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുക. 2 and 3 കൺസിഡർ ചെയ്താൽ രണ്ടിനും കോമൺ ആയി ഒരു നമ്പർ ഇല്ല. 3 and 5 രണ്ടിനും കോമൺ ആയി ഒരു നമ്പർ ഇല്ല. 2 and 5 രണ്ടിനും കോമൺ ആയി ഒരു നമ്പർ ഇല്ല. ആ ഒരു കണ്ടീഷനിലെ കാൽക്കുലേഷൻ ഇവിടെ നമുക്ക് എൻഡ് ചെയ്തിട്ട് ഔട്ട്സൈഡുള്ള ഈ നമ്പർ എല്ലാം കൂടി, അതായത് 4 into 2 into 3 into 5 ഇതിനെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 into 2 8 into 3 24 into 5 is equal to 120. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 4 6 and 8. 3 numbers are there. 4 6 and 8 3 നമ്പറിലും കോമൺ ആയി ഒരു നമ്പർ ഉണ്ട്, which is 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 2s are 4, 3 2s are 6, 4 2s are 8. എഗെയിൻ ഇവിടെ 3 നമ്പറിനും കോമൺ ആയി ഒരു നമ്പർ ഇല്ല. എങ്കിലും 2 and 4 ഇതിന് രണ്ടിനും കോമൺ ആയി ഒരു നമ്പർ ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1,
3യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 3യിൽ 2വിന്റെ ഫാക്ടർ ഇല്ല. അതുകൊണ്ട് 3 തന്നെ അങ്ങ് എഴുതുന്നു, ഒരു ചേഞ്ചസും ഇല്ലാതെ അത് 3 തന്നെ അങ്ങ് എഴുതുക. അതിനുശേഷം 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. ഇനി ഇവിടെ ഫർദർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു കോമൺ ഫാക്ടർ എടുക്കാനില്ല. 2 നമ്പറോ 3 നമ്പറോ ആയി കൺസിഡർ ചെയ്താലും ആ ഒരു സിറ്റുവേഷനിൽ ഇതിനെ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 into 2 into 1 into 3 into 2 മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 2 4, 1 into 3 3 into 2, 4 into 3 12 into 2 which is 24. ഇത്രയും ബേസിക്കിന് ശേഷം ഇനി നമുക്ക് ഫ്രാക്ഷന്റെ അഡിഷൻ ഒന്ന് നോക്കാം. 3/5 plus 1/5 പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ദ ന്യൂമറേറ്റർ. രണ്ടും പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ സെയിം ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസറിന്റെ ഡിനോമിനേറ്ററിനെ നമുക്ക് സെയിം 5 ആയി തന്നെ എഴുതാം. അതിനുശേഷം ന്യൂമറേറ്റർ രണ്ടും കൂടി ആഡ് ചെയ്യുക. അതായത് 3 plus 1 3 plus 1 3 plus 1 is 4 divided by 5. 4/5 is the final answer. 8 divided by 15 plus 2 divided by 15. ഇവിടെയും ഡിനോമിനേറ്റർ ആണ് ന്യൂമറേറ്ററിനേക്കാൾ വലുത്. രണ്ടും പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഫ്രാക്ഷൻസിന്റെയും ഡിനോമിനേറ്റർ 15 തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൻസറിന്റെ ഡിനോമിനേറ്ററും 15 തന്നെയാണ്. അടുത്തത് 8ഉം 2ഉം കൂടി ആഡ് ചെയ്യുക. 8 plus 2 which is 10 divided by 15. ഒരു 3 ഫ്രാക്ഷൻ അറ്റ് എ ടൈം നമുക്ക് ആഡ് ചെയ്യാൻ കിട്ടിയാൽ അതും പ്രോപ്പർ ഫ്രാക്ഷൻസ് 1/17 plus 2/17 plus 15/70. 3 ഫ്രാക്ഷൻസ്, 3ഉം പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്. 3ന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസറിന്റെ ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിനെ തമ്മിൽ ആഡ് ചെയ്യാം. 1 plus 2 plus 15 is equal to 17 plus 1 18 divided by 17. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ 18/17 എന്ന് തന്നെ എഴുതാം. അല്ലെങ്കിൽ അതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണമെങ്കിൽ 18 divided by 17 1 times റിമൈൻഡർ is 1 is equal to നമുക്ക് അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആയി ഇങ്ങനെ എഴുതാം. ക്വഷ്യന്റ് 1 എഴുതി, ഡിവിസറിനെ എഴുതുന്നു 17, ഡിനോമിനേറ്റർ ആയി റിമൈൻഡർ 1. ഇതാണ് 18 divided by 17 എന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള മിക്സഡ് ഫ്രാക്ഷൻ. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. 3/11 plus 4/11 plus 4/11. 11 11 11 മൂന്നും ഡിനോമിനേറ്റർ സെയിം ആണ്. ആൻസറിന്റെ ഡിനോമിനേറ്റർ 11 ആയി തന്നെ എഴുതി. ഇനി ന്യൂമറേറ്ററിനെ തമ്മിൽ ആഡ് ചെയ്യുക. 3 plus 4 plus 4 which is 11/11. 11/11 11/11നെ നമുക്ക് 1 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്. 2/2 is equal to 1, 3/3 is equal to 1, 100/100 is equal to 1, x/x is equal to 1, y/y is equal to 1. ഒരു ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ദ സെയിം ക്വാണ്ടിറ്റി എപ്പോഴും നമുക്ക് 1 തന്നെ ആയിരിക്കും ആൻസർ എന്ന് മനസ്സിലാക്കുന്നത്. അടുത്തത് ഡിഫറന്റ് ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷൻസിന്റെ അഡീഷൻ. ഫോർ എക്സാമ്പിൾ 2/3 plus 1/4. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും ഡിഫറന്റ് ആണ്. രണ്ടും പ്രോപ്പർ ഫ്രാക്ഷൻസ് തന്നെയാണ്. രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഡിഫറന്റ് ആണ്. ഇവിടെ 3 and 4 3യും 4ഉം നമുക്ക് LCM കണ്ടുപിടിക്കാൻ 3ക്കും 4നും ഒരു കോമൺ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് ഇത്തരത്തിൽ വരുന്ന നമ്പറുകളെ രണ്ടിനും കൂടി കോമൺ ഫാക്ടർ ഇല്ല എങ്കിൽ അവിടെ ഈ രണ്ട് നമ്പറിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിനെ നമുക്ക് 12 എന്ന LCM ആയി കൺസിഡർ ചെയ്യാം. എന്നാൽ ഇവിടെ LCM കൺസിഡർ ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ട ആവശ്യമില്ല. എളുപ്പമാർഗത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 3യും 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഡിഫറന്റ് ഡിനോമിനേറ്റർ ആയി വരുന്ന കണ്ടീഷനിൽ 3യും 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക വിച്ച് ഈസ് 12. 4 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുക വിച്ച് ഈസ് 8 പ്ലസ് 3 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുക വിച്ച് ഈസ് 3 ഈസ് ഈക്വൽ ടു 8 പ്ലസ് 3 വിച്ച് ഈസ് 11 ഡിവൈഡഡ് ബൈ 12. ഇതാണ് ഇവിടെ ആൻസർ. അപ്പോ ഡിഫറന്റ് ഡിനോമിനേറ്റർ വരികയും കോമൺ ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾസും ഇല്ലാതെ വരികയും ചെയ്താൽ രണ്ട് നമ്പർ കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ആ ഒരു സ്റ്റെപ്പിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 3 into 4 3 into 4 upon 4 into 2 4 into 2 plus 3 into 1 3 into 1.
ഇനി ഇതിന് ശേഷം 4 into 2 8, 3 into 1 3 divided by 12, 8 plus 3 is 11 divided by 12. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1/4 plus 5/6 plus 3/8. മൂന്നിന്റെയും ഡിനോമിനേറ്റർ ഡിഫറന്റ് ആണ് എങ്കിൽ അവിടെ LCM കണ്ടേ മതിയാകൂ. മൂന്ന് നമ്പറിന്റെയും കൂടി LCM നമുക്ക് കാണാം 4, 6 and 8. 2 എല്ലാ നമ്പറിന്റെയും മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നുണ്ട്. 2 into 2 4, 3 into 2 6, 4 into 2 8. ഫർദർ ഇനി ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാവുന്നതാണ് 2 കൊണ്ട്. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 3യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 3 അതേപോലെ തന്നെ അങ്ങ് എഴുതുക. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 തന്നെ ആൻസർ കിട്ടും. ഇനി ഇതിനെ ഫർദർ ഡിവൈഡ് ചെയ്യാനില്ല, അതുകൊണ്ട് നമുക്ക് LCM ആയി ഇങ്ങനെ എഴുതാം. LCM is equal to 2 into 2 into 1 into 3 into 2. 2 into 2 4, 2 into 3 6 into 1 6, 4 into 6 which is 24. LCM നമുക്ക് 24 ആയി കിട്ടി. ഇനി ഇതിനെ ഫർദർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ 24 LCM 24 ആണ് ഈ മൂന്ന് നമ്പറിന്റെയും സമ്മായി കിട്ടുന്ന നമ്പറിന്റെ ഡിനോമിനേറ്റർ. അതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്റർ 24 അങ്ങ് എഴുതി. അതിനുശേഷം ഈ 24 അല്ലെങ്കിൽ LCM കൊണ്ട് ഓരോ നമ്പറിനെയും ഓരോ ഫ്രാക്ഷനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 24 into ഫസ്റ്റ് ഫ്രാക്ഷൻ 1/4, നെക്സ്റ്റ് പ്ലസ് സൈൻ 24 into 5/6 പ്ലസ് 24 into 3/8. ഇതിനും കൂടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. 4 കൊണ്ട് രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാം. 4 1s are 4 and 6 4s are 24. ഇവിടെയും ഇത് ക്യാൻസൽ ചെയ്യാം. 6 1s are 6 and 4 6 are 24. ഇവിടെയും ഇതിനെ ക്യാൻസൽ ചെയ്യാം. 1 8 is 8 and 3 8 are 24. അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് ഓവർ നമ്പർ 6 into 1 6 into 1 6 plus 4 into 5 which is 20 plus 3 into 3 9 divided by denominator 24. ആൻസർ എഴുതാം. ഡിനോമിനേറ്റർ 24 തന്നെയാണ്. അപ്പോൾ 20 plus 6 26 plus 9 which is 35. 35/24 is the final answer. ഇനി നമുക്ക് സബ്ട്രാക്ഷനിലേക്ക് പോകാം. 8 divided by 12 minus 1/12. ഈ ഒരു ക്വസ്റ്റ്യനില് രണ്ടും പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്. രണ്ടിന്റെയും ഡിനോമിനേറ്റർ 12 തന്നെയാണ്. ഇങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിൽ ആൻസറിന്റെ ഡിനോമിനേറ്ററിനെ നമുക്ക് 12 ആയി തന്നെ കൺസിഡർ ചെയ്യാം. ന്യൂമറേറ്ററിനെ തമ്മിൽ മൈനസ് ചെയ്യുന്നു. 8 minus 1 which is 7 divided by 12. ഇതാണ് ഇവിടെയുള്ള ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. 5/18 minus 2/18. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അതുകൊണ്ട് ആൻസറിന്റെ ഡിനോമിനേറ്റർ 18 ആണ്. 5 minus 2 is 3 divided by 18. ഇവിടെ 3 18 കൂടെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് 1/6 എന്ന് എഴുതാവുന്നതാണ്. അത് നമ്മള് ഡിവിഷന്റെയും മൾട്ടിപ്ലിക്കേഷന്റെയും പോർഷനിൽ ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ 5/9 minus 1/7. ഇവിടെ രണ്ട് ഡിനോമിനേറ്ററും ഡിഫറന്റ് ഡിനോമിനേറ്റർ ആണ്. 7നും 9നുമായി ഒരു കോമൺ ഫാക്ടർ ഇല്ലതാണ്. ആ ഒരു കണ്ടീഷനില് LCM കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മാത്രവുമല്ല രണ്ട് നമ്പർ ആണെങ്കിൽ ഒരിക്കലും LCMന് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. ഈ രണ്ട് നമ്പറും ഡിഫറന്റ് ആയി വരുമ്പോ ഡിനോമിനേറ്റർ ആയി രണ്ട് നമ്പറിന്റെ ഇവിടെ പ്രൊഡക്റ്റിനെ എടുക്കാം. ഫോർ എക്സാമ്പിൾ 9 into 7 9 into 7 ആണ് ഇവിടെയുള്ള ഡിനോമിനേറ്റർ. അതിനുശേഷം 7 കൊണ്ട് 5നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഈ ഓർഡർ മാറരുത്. 7 കൊണ്ട് 5നെ തന്നെ ചെയ്യണം. ആദ്യം 9 into 1 ചെയ്യാൻ പാടില്ല. 7 into 5 ഇൻ ബിറ്റ്വീൻ ഉള്ള സൈൻ മൈനസ് 1 into 9 അല്ലെങ്കിൽ 9 into 1 is equal to 3 into 5 35 minus 9 into 1 9 divided by 9 into 7 63. ഇവിടെ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 26 divided by 63 എന്ന ആൻസർ. നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യാം. 1/2 into 3/4. ഡിനോമിനേറ്റർ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 2 into 4 ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ 8 ഡിനോമിനേറ്റർ ആയി ആൻസറിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാവുന്നതാണ്. ന്യൂമറേറ്റർ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 into 3 which is 3. 3/8 ആണ് ഇവിടെ ആൻസർ. ഡിനോമിനേറ്റർ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക.
ന്യൂമറേറ്റർ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസറിന്റെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. ഒരു എക്സാമ്പിൾ കൂടി എടുക്കാം. 3/5 into 1/4. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു 5 into 4 which is 20. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു 3 into 1 which is 3/20. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ ക്വസ്റ്റ്യൻസില് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയി ഫാക്ടറുകൾ വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഡിവൈഡ് ചെയ്യാനും ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാനും പറ്റുന്നിടത്തോളം ചെയ്തതിന് ശേഷമാണ് അവസാനം വരുന്ന നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ആയി എഴുതാറ്. അത്തരത്തിലുള്ള രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. 10/45 into 5/15. ഈ രണ്ട് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിന്റെ ഡിനോമിനേറ്ററായും ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിന്റെ ന്യൂമറേറ്ററായും എഴുതാവുന്നതാണ്. പക്ഷെ അവിടെ ഒരു വലിയ ഫ്രാക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഫ്രാക്ഷനെ എപ്പോഴും അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിൽ വേണം എഴുതാൻ, ഏറ്റവും ചെറിയ രൂപത്തിൽ വേണം എഴുതാൻ. അതുകൊണ്ട് തന്നെ ഇത് വലിയ നമ്പറായി വരുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു തവണ നോക്കുക, ഇവിടെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തമ്മിൽ കോമൺ ആയ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. 45, 10 ഇതിന് രണ്ടിനും കോമൺ ആയി 5 എന്ന ഒരു നമ്പർ ഉണ്ട് മൾട്ടിപ്പിൾ. ഇത് രണ്ടും 5ന്റെ മൾട്ടിപ്പിൾസിൽ വരുന്നതാണ്. 15 and 5 രണ്ടും 5ന്റെ മൾട്ടിപ്പിൾസിൽ വരുന്നതാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിനോമിനേറ്ററും തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പാടില്ല, ന്യൂമറേറ്ററും തമ്മിലും ക്യാൻസൽ ചെയ്യാൻ പാടില്ല. മറിച്ച് 45ഉം 5ഉം കൂടെ ഡിവൈഡ് ചെയ്യാം, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം, 15ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം, ഇതുകൊണ്ട് ഇതിനെ വേണമെങ്കിലും ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ടും ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ടും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി ചെയ്ത് നോക്കാം. 10/45 into 5/15. ഇവിടെ 45ഉം 10ഉം കൂടെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 5s are 45. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 5s are 10. ഫർദർ ഇവിടെ 15ഉം 5ഉം കൂടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. ഫൈനലി ഇനി ഇവിടെ ഫർദർ ഡിവൈഡ് ചെയ്യാൻ ഒന്നുമില്ല. 9നെ 2 കൊണ്ട് പറ്റൂല, ഇത് രണ്ടും കൂടെ പറ്റൂല, 3യും 2ഉം കൂടെ പറ്റൂല, 3യും 1 കൂടെയും പറ്റില്ല. ഇനി ഇതിനെ ഫർദർ ഒന്നും ഡിവൈഡ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഇല്ല. കാരണം 9ഉം 2ഉം ഒന്നിന്റെയും കോമൺ മൾട്ടിപ്പിൾ ആയി വരുന്നില്ല, 9ഉം 1ഉം ഒന്നിന്റെയും കോമൺ മൾട്ടിപ്പിൾ ആയി വരുന്നില്ല, 3യും 2ഉം 3യും 1ഉം. അപ്പൊ ഇവിടെ കോമൺ മൾട്ടിപ്പിൾസ് ഇനി ഒന്നുമില്ല. ഇവിടെ 9ഉം 3യും കൂടെ ഡിവൈഡ് ചെയ്ത് കളയരുത്, കാരണം രണ്ട് ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്ററുകൾ തമ്മിലോ ന്യൂമറേറ്ററുകൾ തമ്മിലോ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. Left with 2 into 1 which is 2 divided by 9 into 3 which is 27. അപ്പൊ ഇവിടെ ഫ്രാക്ഷന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ തന്നെ കിട്ടും. ഇതിനെ നമുക്ക് 45ഉം 5ഉം കൂടെ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. 5 1s are 5, 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9, 15 10, 15 3 5s are 15 and 2 5 is 10. ഈ സെയിം വേയിൽ തന്നെ ഇവിടെയും ആൻസർ കിട്ടും. 2 into 1 which is 2, 9 into 3 which is 27. ആൻസർ സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിനോമിനേറ്ററുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പാടില്ല, ന്യൂമറേറ്ററുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. മൾട്ടിപ്ലിക്കേഷനില് 0 വരുന്ന നമ്പറുകൾ, ഫോർ എക്സാമ്പിൾ 20/100 into 40/500. ഇവിടെ 0 കട്ട് ചെയ്ത് അല്ലെങ്കിൽ 0യെ ക്യാൻസൽ ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. ഇതിനെ തന്നെ ഞാൻ ഇങ്ങോട്ട് മാറ്റി ഒന്ന് എഴുതാം. 20/100 into 40/500. ഇവിടെ ഈ ഒരു 0യും ഈ ഒരു 0യും കൂടെ ക്യാൻസൽ ചെയ്യാം. ഈ ഒരു 0യും ഇതും കൂടെ ക്യാൻസൽ ചെയ്യാം. ലെഫ്റ്റ് ഓവർ നമ്പറിനെ നമുക്ക് എഴുതാം 2/10 into 4/50. 10ഉം 2ഉം 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം. 1 2 is 2 and 5 2 is 10. ഇനി അതിനുശേഷം ഈ രണ്ട് നമ്പറും 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 2 2s are 4 and 25 2s are 50. ഫർദർ ഇവിടെ ക്യാൻസൽ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഇല്ല. 25ഉം 5ഉം ഡിനോമിനേറ്ററുകളാണ്. 1ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2, 25 into 5 is 125. ഇവിടെ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. ഈ ഒരു 0യും 20യുടെ ഒരു 0യും ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു 0 ഉണ്ട്, ഈ ഒരു 0യും ഇതും കൂടെ ക്യാൻസൽ ചെയ്യാം. ലെഫ്റ്റ് വിത്ത് ബാക്കി വരുന്ന നമ്പറിനെ 2/1 into 4/500. ഇവിടെ 2ഉം 500 നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1 2 is 2 and 250 അല്ലെങ്കിൽ 500ന്റെ പകുതി എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി വരുന്ന നമ്പർ 1/1 into 4/250.
രണ്ട് നമ്പറിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 2s are 4 and 250 divided by 2 is 125. Last 1 into 2 is 2 divided by 1 into 125 is 125. ആൻസർ രണ്ട് കേസിലും സെയിം ആണ്. ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷനിൽ 3 ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരു ആവർത്തി കൂടി ഞാൻ ഇവിടെ എഴുതുന്നു. 6/15 into 3/5 into 30/45. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 15 6 കമ്പയർ ചെയ്താൽ രണ്ടും 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. 3 കൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്താൽ 2 3s are 6 and 5 3s are 15. ലെഫ്റ്റ് ഓവർ 5 30. രണ്ടും 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇവിടെ 1, ഇവിടെ 6 5s are 30. ലെഫ്റ്റ് ഓവർ നമ്പറിനെ ഇനി ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്ത് കൺഫ്യൂഷൻ ഒഴിവാക്കാനായി 2 into 3 into 6 divided by 1 into 5 into 45. ഇവിടെ 45 3 രണ്ടും 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. 1 3 is 3 and 15 3s are 45. Again 6 and 15 3യുടെ മൾട്ടിപ്പിൾ ആണ്. 2 3s are 6 5 3s are 15. ലെഫ്റ്റ് ഓവർ നമ്പർ 2 into 1 into 2 is 4 divided by 25. ഇനി ഇതിനെ മറ്റൊരു തരത്തിൽ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ 15ഉം 30യും കൂടെ ക്യാൻസൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു. 115 is 15 and 215 is 30. 45 and 3 1 3 is 3 and 15 3s are 45. Left over number 6 into 1 into 2 divided by 1 into 5 into 15. Again 6 and 15. 2 3s are 6 and 5 3s are 15. ബാക്കി വരുന്ന നമ്പർ 2 1 2 4 divided by 5 into 5 25. Final answer 4 divided by 25. ഫ്രാക്ഷന്റെ ഡിവിഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് റെസിപ്രോക്കലിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. റെസിപ്രോക്കൽ എന്താണെന്ന് നോക്കാം. 5/11 എന്ന ഒരു ഫ്രാക്ഷൻ എടുത്താൽ ഈ 5/11നെ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററായും ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററായി എഴുതുമ്പോൾ കിട്ടുന്ന നമ്പർ, ഇതിനെയാണ് ഈ നമ്പറിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ രണ്ട് നമ്പർ കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ 1 കിട്ടണം. അതായത് ഈ 5ഉം 5 കൂടെ ക്യാൻസൽ ചെയ്യുന്നു, 11 ക്യാൻസൽ ചെയ്യുന്നു, ഫൈനൽ ആൻസർ ഈസ് 1. അപ്പൊ ഇവിടെ മറ്റൊരു തരത്തിൽ നമുക്ക് പറഞ്ഞാൽ ഒരു നമ്പർ മറ്റൊരു നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ 6 എന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ എത്രയാണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എത്രയാണെന്ന് നോക്കാം. ഒരു നമ്പർ 6 മാത്രമായി എഴുതിയാൽ അതിനൊരു ഡിനോമിനേറ്റർ ഉണ്ട് 1. ഏതൊരു നമ്പർ എഴുതിയാലും ഫോർ എക്സാമ്പിൾ 100, അതിനൊരു ഡിനോമിനേറ്റർ നമുക്ക് 1 ആയി കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 6 എന്ന നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്, ഇവിടെ 6ന് ഒരു ഡിനോമിനേറ്റർ 6/1 എഴുതാമെങ്കിൽ ഇതിന്റെ ഡിനോമിനേറ്ററിനെ നമുക്ക് ന്യൂമറേറ്ററായി എഴുതിയാൽ 1, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയാൽ 6. അപ്പോ 6ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/6 ആണ്. ഇനി നമുക്ക് ഡിവിഷനിലേക്ക് പോകാം. 4/15 ഡിവൈഡഡ് ബൈ 2/10. അപ്പൊ ഇവിടെ ഡിവിഷൻ സൈനിന് ശേഷം വരുന്ന, ഡിവിഷൻ സൈൻ കഴിഞ്ഞു വരുന്ന നമ്പർ ഏതാണോ ആ നമ്പറിന്റെ റെസിപ്രോക്കൽ എഴുതുക, അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എഴുതുക. അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 10/2 ആണ്. ഫസ്റ്റ് നമ്പർ അതുപോലെ തന്നെ എഴുതുക 4/15. ഡിവിഷൻ മാറി അത് മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. അതായത് ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് അതിന്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഇനി ഇവിടെ നേരത്തെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്തതുപോലെ തന്നെ ഈ 2ഉം 4 കൂടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 കിട്ടും, ഇവിടെ 2 കിട്ടും. 1 2 is 2 and 2 is 4. 15ഉം 10 കൂടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 5s are 15 and 2 5s are 10. Left over number 2 into 2 which is 4 divided by 3 into 1 which is 3. ഇതാണ് ഫൈനൽ ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് വർക്ക് ചെയ്യാം. 5/20 divided by 10. ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ 10 ആണ്. ഈ 10ന് ഒരു ഡിനോമിനേറ്റർ നമുക്ക് 1 കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ സൈൻ കഴിഞ്ഞു വരുന്ന 10/1ന്റെ റെസിപ്രോക്കൽ 1/10 ആണ്. ഇൻറ്റു ഡിവിഷൻ സൈൻ ഇൻറ്റു ആയി മാറും 5/20. ഫസ്റ്റ് നമ്പർ അതേപോലെ തന്നെ എഴുതുന്നു. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷന്റെ അതേ റൂളാണ്. 5ഉം 10 കൂടെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 5 is 5 and 2 5 is 10. Left over number 1 into 1 which is 1, 20 into 2 which is 40. Final answer is 1/40.